എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹേഷിന്റെ പ്രതികാരം, ഇടുക്കി ഗോൾഡ് മുതലായ കിട്ടില സിനിമകൾ ഷൂട്ട് ചെയ്ത ഇടുക്കിയിലെ സ്വർഗ്ഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാൽവരി മൗണ്ടിലെ പ്രകൃതി രമണീയമായ കാഴ്ചകളും ടൂറിസ്റ്റ് ഇൻഫർമേഷനുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാൽവരി മൗണ്ടിൽ പോകാൻ കട്ടപ്പന ഇടുക്കി റൂട്ടിൽ കാൽവരി മൗണ്ട് ജംഗ്ഷനിലാണ് എത്തേണ്ടത്. ഇവിടെ എത്തുമ്പോൾ തന്നെ കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് എന്ന ബോർഡൊക്കെ കാണാം. ഈ എൻട്രി പോയിന്റിൽ നിന്നും 800 മീറ്റർ അകലെയാണ് കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ്. ഈ വഴിയിലൂടെ പതിയെ മുകളിലോട്ട് നടന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഒരു രക്ഷയില്ലാത്തതാണ്. താഴേക്ക് നോക്കുമ്പോൾ തന്നെ പ്രകൃതിയുടെ പൊളപ്പം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. പോകുന്ന വഴിയിൽ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള റിസോർട്ടുകളുടെ ബോർഡുകളൊക്കെ കാണാം. ഒരു 500 മീറ്റർ നടന്നു കഴിയുമ്പോൾ ഒരു റിക്രിയേഷൻ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ കപ്പലിൻ്റെ മോഡലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ കയറി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നല്ല കഴുത്തറപ്പനാണ്, അതുകൊണ്ട് ഞാൻ കയറിയില്ല. അതിൻ്റെ താഴെ തന്നെ ചെറിയ ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എന്തായാലും ആ ഷിപ്പ് കാണാൻ അടിപൊളിയായിരുന്നു. ഈ പോകുന്ന വഴി മൊത്തം ഫോട്ടോ പോയിന്റാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ കിണ്ണങ്കാച്ചി തേയിലത്തോട്ടങ്ങളൊക്കെ കാൽവരി മൗണ്ടിലേക്കുള്ള വഴിയിലുണ്ട്. അതുകൊണ്ട് തന്നെ റീൽ എടുക്കാനും ഷോർട്സ് എടുക്കാനും ഒക്കെ അടിപൊളി സ്പോട്ടാണിത്. അങ്ങനെ പോകുന്ന വഴിയിലെ കിടുക്കാച്ചി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് എൻട്രി പോയിന്റിലെത്താം. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് എന്ന ബോർഡൊക്കെ കാണാം. രാവിലെ 8 മണി മുതൽ 6:30 വരെയാണ് പ്രവേശന സമയം. എൻട്രി ഗേറ്റിനോട് ചേർന്ന് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. 25 രൂപയാണ് എൻട്രി ഫീ. കാർ പാർക്കിങ്ങിന് 25 രൂപയും 2 വീലർ പാർക്കിങ്ങിന് 10 രൂപയുമാണ് ചാർജ്. കുഴപ്പമില്ലാത്ത പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഇവിടെയുണ്ട്. 2500 രൂപയ്ക്ക് രാത്രി താമസിക്കാനുള്ള കോട്ടേജ് ഇവിടെ ലഭ്യമാണ്. കാട്ടുതീ തടയൂ എന്ന വനം വകുപ്പിന്റെ ഒരു ബോർഡൊക്കെ ഇവിടെ കാണാം. ഈ കാണുന്ന ചെറിയ ഗേറ്റൊക്കെ കടന്ന് മുന്നോട്ട് നടന്നാൽ വ്യൂ പോയിന്റിലെത്താം. ചെറിയ മുളയൊക്കെ ഈ ഗേറ്റിന്റെ 2 സൈഡിലും ഉണ്ട്. വ്യൂ പോയിന്റിലേക്കുള്ള വഴിയിൽ പുൽച്ചെടികളൊക്കെ നല്ല ഭംഗിയായി വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ പോകുന്ന വഴി നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. മഴക്കാലത്ത് ഇവിടെ വിസിറ്റ് ചെയ്യുന്ന നല്ലൊരു അനുഭവമാണ്. അങ്ങനെ ഈ വഴിയിലൂടെ ഒരല്പം നടന്നു കഴിയുമ്പോൾ വ്യൂ പോയിന്റിലെത്താം. വ്യൂ പോയിന്റിൽ എത്താനുള്ള കാഴ്ച എൻ്റെ പൊന്നു ബ്രോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇടുക്കി റിസർവോയറിൻ്റെയും ചുറ്റുമുള്ള മലകളുടെയും വനങ്ങളുടെയും മഞ്ഞുമൂടിയ ആകാശത്തിൻ്റെയൊക്കെ കാഴ്ചകൾ ഒരു ഒന്നൊന്നര ഫീൽ നൽകും. അത് എൻ്റെ ഉറപ്പ്. ഈ വ്യൂ പോയിന്റിൽ നിന്നും താഴേക്കൊക്കെ ഇറങ്ങി കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ സാധിക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ ഹട്ടുകൾ ഇവിടെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചാറ്റൽ മഴ പെയ്താൽ ഇവിടെ ഇരുന്ന് സമയം ചെലവഴിക്കാൻ കഴിയും. ഈ വ്യൂ പോയിന്റിൽ എപ്പോഴും ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനും ഒക്കെ നല്ല തിരക്കാണ്. മഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിച്ച് ഒരു ദിവസം കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 2500 രൂപ കൊടുത്ത് ഇവിടുത്തെ കോട്ടേജുകൾ ബുക്ക് ചെയ്ത് എൻജോയ് ചെയ്യാവുന്നതാണ്. സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ ആസ്വദിക്കാൻ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഈ വ്യൂ പോയിന്റിന്റെ ഒരു സൈഡിലുള്ള പുല്ലിൻ ചെരുവുകൾ കാൽവരി മൗണ്ടിന് ഇരട്ടി ഭംഗി നൽകുന്നുണ്ട്. മഞ്ഞ് വന്ന് കയറി കഴിഞ്ഞാൽ ഈ പുൽമേട് ഒരു രക്ഷയില്ല. അതിൻ്റെ കൂടെ നല്ല തണുത്ത കാറ്റൂടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ വൈബ് ഒരു എക്സ്ട്രീം ലെവലിലെത്തും. രാവിലെ ഒരു 11 മണിക്ക് മുമ്പും വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷവും വിസിറ്റ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. അല്ലാത്തപ്പോൾ നല്ല പൊരി വെയിലായിരിക്കും. ഈ ഫീൽ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അവസാനം വീഡിയോ ചെയ്ത് എന്നെ നിങ്ങൾ പഞ്ഞിക്കിടരുത്. മൂടൽമഞ്ഞൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ മഴക്കാലമാണ് ബെസ്റ്റ്. ഇടുക്കി ജലാശയവും തണുത്ത കാറ്റും ഇടുക്കിയുടെ പകരം വെക്കാനില്ലാത്ത സൗന്ദര്യവും ഒക്കെ അടങ്ങിയ കാൽവരി മൗണ്ടിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.